ദിവസവും നമ്മൾ ഈ വചനം കേൾക്കുന്ന സമയത്ത് ഓർക്കണം, ഞാൻ ഏറ്റവും വിശുദ്ധിയിലോ നമ്മൾ ഏറ്റവും അടിപൊളിയായിട്ട് വിശുദ്ധിയിൽ നിൽക്കുന്ന സമയത്തല്ല, യേശുക്രിസ്തു നിന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. ചെവിയിലേക്കല്ല, ഹൃദയത്തിലോട്ട് ഇത് കയറി. ഈ തോറ്റു കിടക്കുന്ന നിന്നെ, ഈ പാപിയായ നിന്നെ, ഈ പരാതി പറഞ്ഞ നിന്നെ, ഈ അവിശ്വസ്തത കാണിച്ച നിന്നെ, ഈ തല്ലിപ്പൊളിത്തരം ഒളിപ്പിച്ചു പിടിച്ച നിന്നെ യേശുക്രിസ്തു സ്വന്തമാക്കിയിരിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. നീതിമാനായ ഒരുവന് വേണ്ടി പോലും ആളുകൾ മരിക്കാൻ തയ്യാറാവാത്തൊരു കാലത്തെക്കുറിച്ച് പൗലോസ് എഴുതി വെക്കുന്നുണ്ട് റോമാക്കാർക്കെഴുതിയ ലേഖനത്തിൽ. നീതിമാനായ ഒരുവന് വേണ്ടി മരിക്കാൻ പോലും ആളുകൾ തയ്യാറാവുന്നില്ല, പക്ഷേ പാപിയായിരുന്ന നിനക്ക് വേണ്ടി മരിക്കാൻ, ജീവൻ തന്ന് നിന്നെ തിരിച്ചു പിടിക്കാൻ ഒരാൾ തയ്യാറായി. ഇനി നീ മുമ്പോട്ട് ജീവിക്കേണ്ടതും ആ ഒരൊറ്റ കാരണത്തിലായിരിക്കണം, യേശുക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. ഗലാത്യർ 2:20 പൗലോസ് ഇങ്ങനെ പറയും, എൻ്റെ ഐഹിക ജീവിതം എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി സ്വന്തം ജീവൻ ബലിയർപ്പിക്കുകയും ചെയ്ത ദൈവപുത്രനിൽ വിശ്വസിച്ചുകൊണ്ടുള്ള ജീവിതമാണ്. പറഞ്ഞേ ഹല്ലേലൂയ. തിരിഞ്ഞു നോക്കിയ ഒത്തിരി പുഴുക്കുത്തുകൾ, ഒത്തിരി സങ്കടങ്ങൾ മറന്നു കളയാൻ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരുപാട് പാസ്റ്റ് നമ്മുടെ മുമ്പിലുണ്ട്. മുമ്പോട്ട് നോക്കിയാൽ ഇങ്ങോട്ട് വാ എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഈശോയെയും നമുക്ക് കാണാം. യേശുക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു.